ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പതിപോലെ ഇന്ന് കഥയുടെ ദിവസമാണ്. 113ാമത്തെ കഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കഥയ്ക്ക് തീർച്ചയായിട്ടും വളരെ പ്രത്യേകതകൾ ഉണ്ടാകുമെന്ന് വിചാരിക്കാം. കഴിഞ്ഞ കാലങ്ങളിലായിട്ട് നമ്മൾ ഒത്തിരി പുതിയ കഥാകാരന്മാരെ കേട്ടു. ലാപ്സൻ സാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കഥ തുടങ്ങിയ ആളെന്ന് വേണേൽ പറയാം. കാരണം ആദ്യമായിട്ട് സാറാണ് പ്ലാറ്റ്ഫോമിൽ കഥയിലൂടെ നമ്മളുടെ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. എനിക്കറിയാം, വളരെ കാലമായിട്ട് തന്നെ സാറിൻ്റെ മനോഹരമായ കഥകൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. വളരെ ചെറിയ കഥകളാണെങ്കിലും ഒത്തിരിയും അതിൻ്റെ മർമ്മം, ഇതിവൃത്തമുള്ള അല്ലെ, പ്ലോട്ടുകൾ കൃത്യമായിട്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കഥയുടെ ഒരു സർഗാത്മകതയൊക്കെ സാറിൻ്റെതായ രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യുമ്പോഴൊക്കെ ഉണ്ട്. സാറ് തൃശ്ശൂർ സ്വദേശിയാണ്, അധ്യാപകരായിരുന്നു. ഇപ്പോഴും ഇങ്ങനെയുള്ള ട്രെയിനിങ് ക്ലാസ്സുകളൊക്കെ എടുത്ത് മുന്നോട്ട് പോകുന്നു. സോ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഡോക്ടർ ലാപ്സൻ സാറിനെയും. ലാപ്സൻ സാർ, യു ആർ വെൽക്കം. ഓക്കെ, താങ്ക് യു. പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. ഇന്ന് ഒരു കഥയിലേക്ക് പ്രവേശിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു യുവാവ് ഇന്റർവ്യൂവിന് ചെല്ലുകയാണ്. ഇന്റർവ്യൂവിന് ചെന്ന് ചോദ്യങ്ങൾക്ക് നല്ല മറുപടി കൊടുക്കുന്നു. ഇന്റർവ്യൂ നടത്തുന്ന ആ ടീമിനെ വളരെ ഇഷ്ടമാകുന്നു. കാര്യങ്ങൾ ചോദിച്ച കൃത്യമായിട്ട് പറയേണ്ടതുപോലെ പറഞ്ഞ് ഉത്തരം കൊടുക്കുന്ന നല്ലൊരു യുവാവ്. ആ ടീമിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞ് കമ്പനിയുടെ സിഇഒനെ കാണാനായിട്ട് അദ്ദേഹം കടന്നു ചെല്ലും. അവിടെ കടന്നു ചെന്നപ്പോൾ ഇന്റർവ്യൂവിന് നല്ല പെർഫോമൻസിനെ സംബന്ധിച്ചൊക്കെ അപ്രീസിയേഷൻ പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം ഈ യുവാവിനോട് ചോദിച്ചു, താങ്കൾക്ക് നല്ല രീതിയിൽ പഠിക്കാനായിട്ടുള്ള അവസരം ലഭിച്ചു. നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഇങ്ങനെ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തിയത് എങ്ങനെയാണ് എന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന്റെ റെസ്യൂമിൽ അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചിട്ട് 6 വർഷങ്ങളായി. വിധവയായ അമ്മയാണ് അദ്ദേഹത്തെ പഠിപ്പിച്ചത് എന്ന് ആ റെസ്യൂമിൽ നിന്നും ഈ സിഇഒ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചത്. അദ്ദേഹം ചോദ്യം കേട്ടപ്പോൾ യുവാവ് പറഞ്ഞു, ശരിയാണ്, എൻ്റെ പിതാവില്ലാതെ മാതാവ് തന്നെയാണ് എന്നെ ഇത്ര നല്ല ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ പഠിപ്പിച്ചത്. അപ്പോൾ അടുത്ത ചോദ്യം വന്നു, അങ്ങനെയെങ്കിൽ ഇത്രയും നല്ല വിദ്യാഭ്യാസ സ്ഥാപനം പഠിക്കുവാനായിട്ട് ഏറെ പണച്ചെലവുള്ളതല്ലേ, അതൊക്കെ എങ്ങനെ മീറ്റ് ചെയ്യാൻ സാധിച്ചു ചോദിച്ചു. യുവാവിന്റെ കണ്ണ് ഏതാണ്ട് നിറഞ്ഞ പോലെ പറഞ്ഞു, അമ്മ എനിക്ക് ആവശ്യമായ പൈസയൊക്കെ തരുമായിരുന്നു. അമ്മ ജോലി ചെയ്തിട്ടൊക്കെയാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു നിർത്തിയപ്പോൾ ആ സിഇഒ പറഞ്ഞു, ഏതായാലും നാളെ നിങ്ങൾ എന്നെ ഓഫീസിൽ വന്ന് കാണണം, 9:30 AM. ആ സമയത്ത് നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്തിരിക്കണം. നിങ്ങളുടെ അമ്മയുടെ 2 കൈകളും നിവർത്തിയിട്ട് ആ കൈകളിൽ ഒരു ഉമ്മ കൊടുത്തു വേണം നിങ്ങൾ രാവിലെ എന്നെ ഒന്ന് കാണാൻ. ആ വിവരം എന്നോട് പറഞ്ഞിട്ട് വേണം നിങ്ങൾ ഓഫീസിൽ ജോലിക്ക് കയറാൻ പറഞ്ഞു. ഈ യുവാവ് വിചാരിച്ചു, ഇതെന്തൊരു ചോദ്യം. ചോദിച്ചു മറുപടി കൃത്യമായിട്ട് പറഞ്ഞു. ജീവന് ഇഷ്ടപ്പെട്ടു. പിന്നെ സിഇഒ ഇങ്ങനൊരു കാര്യം പറയുന്നത് എന്താണ് എന്ന് അദ്ദേഹം വീട്ടിൽ തിരിച്ചു പോകുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടിൽ വന്ന് കയറി ആകുമ്പോൾ അമ്മ ചോദിച്ചു, മോനെ ഇന്റർവ്യൂ പോയിട്ട് എങ്ങനെ ഉണ്ടായി? ആ യുവാവ് പറഞ്ഞു, അമ്മേ, ഇന്റർവ്യൂവിന് പോയി, ഇന്റർവ്യൂ ചോദ്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ഉത്തരം പറയാൻ സാധിച്ചു. ആ ടീമിനെ എന്നെ ബോധിച്ചു. കമ്പനിയുടെ സിഇഒന്റെ അടുത്ത് എന്നെ കടന്നു ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് ചില സംശയങ്ങൾ ചോദിച്ചു. ഇത്രയും നല്ല ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിച്ചതെന്ന് ചോദിച്ചപ്പോൾ അമ്മ എന്നെ സഹായിച്ചു, അങ്ങനെ സാധിച്ചു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, അമ്മയുടെ 2 കൈകളിലും നല്ലൊരു കിസ് കൊടുത്തിട്ട് നാളെ രാവിലെ വരാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അതുകൊണ്ട് അമ്മ ആ കൈകളിൽ നിന്ന് നിർത്തി ഞാനൊന്ന് കിസ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, ഇല്ല,
എൻ്റെ കൈകൾ നിർത്തിയിട്ട് നീ ഒരിക്കലും കിസ് തരാനായിട്ട് ഞാൻ സമ്മതിക്കുകയില്ല. അമ്മ കൈ മുറുകി പിടിക്കുകയാണ്. ഇവൻ പറഞ്ഞു, അമ്മേ, എനിക്ക് ആ കൈകൾ തുറന്ന് അത് കിസ് ചെയ്തു എന്ന് ഞാൻ അവളോട് പറഞ്ഞാലാണ് എനിക്ക് ജോലി ശരിയാകുകയുള്ളൂ. അമ്മ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്തേക്കൂ, കാര്യമൊക്കെ ശരിയായ സ്ഥിതിക്ക് അയാളോട് പറഞ്ഞേക്കൂ, ഞാൻ അമ്മയുടെ കൈ മുത്താനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ അമ്മ കൈ തുറന്നില്ല, അതുകൊണ്ട് എനിക്ക് മുത്താൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞേക്കൂ. യുവാവ് പറഞ്ഞു, അങ്ങനെയല്ല, അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ആ കൈകളിൽ മുത്തിയിട്ട് കിസ് ചെയ്ത ശേഷം വരണം എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അമ്മ എന്തായാലും എനിക്ക് കൈ തുറന്നെന്ന് പറഞ്ഞു. അമ്മ ഒരിക്കലും കൈ തുറക്കാൻ തയ്യാറാണ്. യുവാവ് ആകെ വല്ലാത്തൊരവസ്ഥയിലായി. കൈ തുറന്ന് കൈ മുത്താതെ കൈക്കകത്ത് കിസ് ചെയ്യാതെ സിഒ ചെന്ന് കഴിഞ്ഞാൽ സിഒ അവിടെ ജോലി കൊടുക്കുകയില്ല എന്ന മട്ടിലാണ് യുവാവിന് കാര്യം മനസ്സിലായിട്ടുള്ളത്. അമ്മയാണ് ഈ കൈ തുറക്കുന്നത്. ഏറെ വിഷമാവസ്ഥയിലായപ്പോൾ യുവാവ് ശരിക്കും കരഞ്ഞു. അമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ. അമ്മയുടെ കൈക്കകത്തൊന്ന് മുത്താൻ വേണ്ടി മാത്രമല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അമ്മ എന്തുകൊണ്ടാണ് നോ പറയുന്നത് ചോദിച്ചു. അമ്മയും കരയാൻ തുടങ്ങി. ഇല്ല മോനെ, എൻ്റെ കൈ വെള്ളയ്ക്കകത്ത് നീ കൈമുത്ത ചുംബിക്കാനായിട്ട് പറ്റാവുന്ന ഒരു കൈയല്ല എൻ്റെ കൈ, അത്ര സൗന്ദര്യമുള്ള കൈയല്ല, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാതിരിക്കാൻ, മറ്റൊന്നും വിചാരിക്കരുതെന്ന് പറഞ്ഞു. രണ്ടുപേരും കുറെ നേരം കരഞ്ഞു. എങ്കിലും യുവാവ് ഉറങ്ങുന്നേക്ക് മുമ്പേ ഒന്നുകൂടെ അമ്മയുടെ മുറി പോയി ചോദിച്ചു, അമ്മേ, ഒന്ന് കൈമുത്താൻ അനുവദിക്കുമോ ചോദിച്ചു. അമ്മ പറഞ്ഞു, മോനെ, എൻ്റെ കൈ സുന്ദരമല്ലാത്തതുകൊണ്ടല്ലേ ഞാൻ കൈമുത്തണ്ടെന്ന് പറഞ്ഞത്. അതെ, ഇല്ല, അതുകൊണ്ടാണ് ദയവ് ചെയ്ത് കൈമുത്ത് അനുവദിക്കാൻ പറഞ്ഞു. ഇത്തവണ മകന്റെ നിർബന്ധത്തിന് വഴങ്ങി അവന്റെ ജോലി സംബന്ധമായ കാര്യമല്ലേ വിചാരിച്ചുകൊണ്ട് അമ്മ കൈ തുറന്നു. കൈ തുറന്നപ്പോഴാണ് മനസ്സിലായത്, എൻ്റെ അമ്മയുടെ കൈവെള്ളയ്ക്കകത്ത് മുഴുവൻ ചെറിയ കുഴികളാണ്. ഏതാണ്ട് അവിടെ ഇവിടെയൊക്കെ കുഴിയായിട്ടുള്ള ഒരു പ്രത്യേക കൈയാണ് അമ്മയുടെ കയ്യിൽ നിന്ന് മനസ്സിലായത്. ചോദിച്ചു, അമ്മേ, എന്താ കൈ എങ്ങനെയായിരിക്കും ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാനൊരു വാഷറൂമിനായിട്ട് ജോലി ചെയ്യുകയായിരുന്നു മോനെ. ആ സോപ്പും അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കെമിക്കൽസ് കൊണ്ട് എൻ്റെ കൈ ഇങ്ങനെയായിപ്പോയി. ഞാൻ ഒരിക്കലും എൻ്റെ കൈ ആരും കാണിക്കാറില്ല, ഞാനത് ഗ്ലൗസ് ഇട്ട് നടത്താറേ പതിവുള്ളൂ. നീ എൻ്റെ കൈ മുത്തണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഗ്ലൗസ് മാറ്റി നിന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഞാൻ കൈ കാണിച്ചതാണെന്ന് പറഞ്ഞു. ആ യുവാവ് പൊട്ടിക്കട്ടെ. അമ്മേ, അമ്മയുടെ ശരീരത്തിൽ ഭാഗം പോലും നഷ്ടപ്പെട്ടു പോയിട്ടും എന്നെ ഇത്രയും വലിയ സ്ഥാപനത്തിൽ പഠിക്കാൻ തക്കവണ്ണം അമ്മ ബുദ്ധിമുട്ടുന്നത് ഞാൻ അറിഞ്ഞില്ല. അമ്മ ജോലിക്ക് പോകുന്നു, ആളുകളെ വീട്ടിൽ പോയിട്ടൊക്കെ സഹായിക്കുന്നു എന്ന് മാത്രമേ ഞാൻ കരുതിയിരുന്നുള്ളൂ. ഇത്രയേറെ സാക്രിഫൈസ് എനിക്ക് വേണ്ടി അമ്മ സഹിച്ചിട്ടാണ് ഇത് ചെയ്തതെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. ഏതായാലും അമ്മ നാളെ രാവിലെ ചെയ്യേണ്ട ഡ്യൂട്ടി ഞാനാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു. വേണ്ട, അത് ഞാൻ തന്നെ ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും അല്പം വഴക്ക് കൂടിയിട്ടാണ് കിടന്നുറങ്ങിയത്. രാവിലെ യുവാവ് നേരത്തെ എണീച്ചു. അമ്മയുടെ പിന്നാലെ പോയി അമ്മ ചെയ്യുന്ന പ്രവർത്തനത്തിൽ തന്നെ സഹായിച്ചേ പറ്റൂ എന്ന നിർബന്ധ ബുദ്ധിയോടും ആ യുവാവ് അമ്മയുടെ കൂടെ പോയി. അമ്മ ചെയ്യുന്ന പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ യുവാവ് പറഞ്ഞു, ഇന്ന് ഇതെനിക്ക് ചെയ്യാൻ അനുവദിക്കണം, എന്നാലാണ് എനിക്ക് സന്തോഷമായിട്ട് ജോലിക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആ ജോലി, ഇന്നത്തെ ജോലി അമ്മയോട് ചോദിച്ച് അമ്മ പറഞ്ഞതുപോലെ ആ ജോലി ഏറ്റെടുത്ത് ചെയ്ത് കഴിഞ്ഞ് കൃത്യം 9:05 5 മിനിറ്റോടൊപ്പം തന്നെ സിഇഒന്റെ ഓഫീസിലെത്തി. ആ സിഇഒ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു, അമ്മയുടെ കൈ കിസ് ചെയ്തു അല്ലേ ചോദിച്ചു. അവർ തീർച്ചയായിട്ടും തീർച്ച എന്ന് പറയുമ്പോഴേക്കും അവന് കണ്ണിൽ നിന്ന് ജലനദി ഒഴുകാൻ തുടങ്ങുകയാണ്. പറഞ്ഞു, എനിക്ക് ഇങ്ങനെയുള്ള ഒരാളെയാണ് ആവശ്യം ഇവിടെ. അവനവന്റെ പ്രയാസത്തിലും പ്രശ്നങ്ങളിലും ഊന്നാതെ അതിനപ്പുറമായിട്ട് മറ്റൊരാൾക്ക് എങ്ങനെയൊക്കെ സേവനം ചെയ്യാൻ സാധിക്കുമോ അത് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാളെയാണ് എൻ്റെ ഈ ഓഫീസിന് ആവശ്യം. എമ്പത്തറ്റിക്കായിട്ട് ചിന്തിക്കാൻ സാധിക്കുന്ന
ഒരാളുണ്ടെങ്കിലേ അത് കാര്യം ഭംഗിയായി പോവുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ താങ്കളുടെ അമ്മയുടെ കൈ ചുംബിച്ച ശേഷം ജോലിക്ക് ജോയിൻ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത്. കാരണം നിങ്ങളുടെ റെസ്യൂമിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി ഇത്രയും കാര്യങ്ങൾ പഠിപ്പിക്കണമെങ്കിൽ, നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിക്കണമെങ്കിൽ ഒരുപാട് പൈസ ചെലവുണ്ട്. അത് അവർ അത്രയും കഷ്ടപ്പെട്ട് എക്സ്ട്രാ വർക്ക് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ എക്സ്ട്രാ വർക്ക് ചെയ്തിട്ട് ഒരു അമ്മയ്ക്ക് പൈസ ഉണ്ടാകണമെങ്കിൽ അവർ ഏറെ കഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. അവരുടെ കൈകൾ താങ്കൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ തഴമ്പ് മനസ്സിലാക്കാൻ സാധിക്കും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാനത് പറഞ്ഞു. തന്നെ ഈ മകൻ പറയുകയാണ്, ഇല്ല സർ, തഴമ്പല്ല, അവിടെയൊക്കെ കുഴിഞ്ഞു പോയിരിക്കുകയാണ്. മദർ വാഷ്. അതുകൊണ്ട് അവർ വാഷ് ചെയ്യുമ്പോൾ കെമിക്കൽസും സോപ്പും കാര്യങ്ങളൊക്കെ അവരുടെ ഗ്ലൗസ് ഇട്ടാണെങ്കിലും അതിനുള്ളിലേക്ക് കടന്നുകൊണ്ട് അവരുടെ കൈകൾ മിക്കവാറും പല ഭാഗത്തും ഓട്ട വേണ്ടിയുള്ള കൈകളാണ്. ആ കൈകൾ ഇന്നാണ് ആദ്യമായിട്ട് കണ്ടത്. ഇതുവരെ ഞാൻ ആ കൈകൾ കണ്ടിട്ടില്ല. കൈകൾ കാണാൻ അമ്മ എന്നെ അനുവദിച്ചിട്ടില്ല. ഇത് സാറ് പറഞ്ഞതാണെന്ന് പറഞ്ഞുകൊണ്ട് കുറെ വാശി പിടിച്ച് വാഗ്വാദം നടത്തിയിട്ട് എനിക്ക് കിട്ടിയ ഒരു അവസരമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് കൈകൾ കാണുവാനും ആ കൈകൾ ചുംബിക്കുവാനും ഇടയായിത്തീർന്നത് എന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് വേണ്ടി മറ്റുള്ളവർ കഷ്ടപ്പെടുന്നത് കാണുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ എന്ന് ചിന്തിക്കാനായിട്ട് ഈ കഥ എന്നെ സഹായിച്ചു. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. ആഗ്രഹം തോന്നിയതുകൊണ്ട് ആ കഥ ഷെയർ ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു സാർ. വളരെ മനോഹരമായ ടച്ചിങ് ആയിട്ടുള്ളൊരു കഥയാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ പുതിയ ജനറേഷൻ, ഒരുപക്ഷെ പഴയ ജനറേഷനൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ സാമാന്യമായ ബോധം ഉണ്ടായിരിക്കാം. പക്ഷേ ഇന്നത്തെ ജനറേഷൻ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു തത്വമാണ് അതിൻ്റെ അകത്തുള്ളത്. വളരെ മനോഹരമായി കഥയിലൂടെ യുവാവിൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷമുള്ള ജോലിയിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ തലത്തിൽ ഒരുപക്ഷെ എത്ര ഡെപ്തായിട്ടാണ് ചീഫായിട്ടുള്ള വ്യക്തി അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത്. ഇന്നത്തെ അങ്ങനത്തെ ചോദ്യങ്ങളൊന്നുമില്ല. എല്ലാം പലപ്പോഴും യാന്ത്രികമായ ചോദ്യങ്ങളാണ്. പലപ്പോഴും ആൻസർ പറയാൻ പറ്റാത്ത ചോദ്യങ്ങളാണ്. പക്ഷേ ഇത് നമ്മുടെ ജീവിതത്തെ തൊട്ടുണർത്തുന്ന രീതിയിലുള്ള ഒരു ചോദ്യത്തിലൂടെ യഥാർത്ഥ ജീവിതത്തെ മനസ്സിലാക്കാൻ വേണ്ടി കുഞ്ഞിനെ ആ മകനെ സഹായിച്ച ഒരു മഹത്തായ ഒരു ചിന്ത വളരെ കൃത്യമായിട്ട് ഇവിടെ കടന്നു വരുന്നുണ്ട്. ഇവിടെ അമ്മയുടെ ജോലിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അമ്മയുടെ ജോലി എന്ന് പറയുമ്പോൾ തന്നെ പെർഫെക്ഷന് വേണ്ടി നമ്മൾ ഗ്ലൗസൊക്കെ ഉപയോഗിക്കും, സേഫ്റ്റിക്ക് വേണ്ടി ഉപയോഗിക്കുമെങ്കിലും പെർഫെക്ഷൻ കിട്ടാൻ പലപ്പോഴും അതൊക്കെ മാറ്റി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. അവിടെയാണ് ക്ലാരിറ്റി, കൃത്യത വരുന്നത്. അല്ലെങ്കിൽ പലപ്പോഴും അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഭംഗിയായിട്ടത് പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ സമയത്തുണ്ടാകുന്ന നഷ്ടങ്ങൾ, അത് ശാരീരികമായ നഷ്ടങ്ങളാണ്. അത് കാണിക്കാതെ കുഞ്ഞിനെ അതുപോലെ വളർത്തി അവൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ഏറ്റവും മുന്തിയ തലത്തിലുള്ള വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് കഴിയുമ്പം ആ കുഞ്ഞിൻ്റെ ആ ഒരു രീതിയാണ് തിരിഞ്ഞു വന്നത്. നിർബന്ധപൂർവ്വം നോക്കുകയും ആ ജീവിതത്തെ കൃത്യമായിട്ട് ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം കൃത്യമായിട്ട് അനുഭവിച്ച് സ്വീകരിക്കാനൊക്കെ ഉള്ള ഒരു വലിയ മനസ്സ്, അതായത് ആ വലിയ മനസ്സിന് തന്നെയാണ് അതിൻ്റെ അത് രണ്ടുപേരുടെയും, അമ്മയുടെയും രണ്ടല്ല 3 പേരുടെയും ആ ചോദ്യം ചോദിച്ച ഉദ്യോഗസ്ഥൻ്റെയും ഒക്കെ മനസ്സ് ഭയങ്കര ക്ലാരിറ്റി ഉള്ളതാണ്, കൃത്യതയാണ്. കൃത്യമായിട്ട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ സാർ അത് പറയുകയും ചെയ്തു. കൃത്യമായ ഉത്തരങ്ങൾ പറയുന്ന ഒരു യുവാവ്, വളരെ കൃത്യതയുള്ള ഉത്തരങ്ങൾ പറയുന്ന യുവാവ്. അപ്പോഴും ആ കൃത്യതയിലും ചിലതൊക്കെ മൂടിക്കിടക്കുന്നുണ്ട് എന്ന് കാണിക്കുന്ന അതിനേക്കാളും നല്ല ഒരു ചോദ്യകർത്താവ്. വളരെ വളരെ മനോഹരം. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. നമുക്ക് റോയ് സാറിൽ തുടങ്ങാം അല്ലേ? റോയ് സാർ. ഓക്കെ സാർ. സാർ ഇതിന്റെ പേര് ഇന്റർവ്യൂ എന്നാണോ കഥയുടെ പേര്? ലവിങ് മദർ. ലവിങ് മദർ. ഓക്കെ സാർ. അപ്പോ ഇവിടെ 3 കഥാപാത്രങ്ങളെയാണ് സാർ അവതരിപ്പിച്ചത്. ആ 3 പേരിൽ നിന്നും കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യമായി ഇന്റർവ്യൂ ചെയ്ത എംപ്ലോയർ തൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ വരുന്ന ആള് സിമ്പതറ്റിക് ആയിട്ട് ചിന്തിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളായിരിക്കണം എന്ന് അദ്ദേഹം തീരുമാനിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരാളെ അപ്പോയിന്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ തൻ്റെ ഇന്റർവ്യൂവിലെല്ലാം ഭംഗിയായി ഉത്തരം പറഞ്ഞ ഒരു കുട്ടി, അപ്പോൾ അവൻ്റെ
പൂർവ്വകാല ചരിത്രത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ പിതാവ് മരിച്ചുപോയി, അമ്മയാണ് ഈ ജോലി ചെയ്ത് പഠിപ്പിച്ചത് എന്ന് പറഞ്ഞു. പക്ഷേ ഇത്രയും നല്ല സ്ഥാപനത്തിൽ പഠിക്കണമെങ്കിൽ അതുപോലെയുള്ള സാമ്പത്തിക ശേഷി വേണമല്ലോ. ഈ അമ്മ ജോലി ചെയ്ത് എങ്ങനെ കിട്ടാനാണ് എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം ഇത് ചോദിച്ചതെങ്കിലും അത് ഈ കുട്ടിയെ സംബന്ധിച്ച് അമ്മ ജോലി ചെയ്യുന്നു, എടുത്താണ് പഠിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് സൈസ് ജോലിയാണ് ചെയ്തത് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി അദ്ദേഹം കൊടുത്ത ഒരു ടെസ്റ്റാണ് അമ്മയുടെ കൈ ഒന്ന് മുത്തി വരണമെന്ന്. അപ്പോൾ അമ്മയുടെ കൈ കണ്ടപ്പോഴാണ് അമ്മ ചെയ്തിരുന്ന ജോലി എന്തുമാത്രം വേദനാജനകമായിരുന്നു എന്ന് ഈ മകന് മനസ്സിലായി. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ ഒരു ജോലി തന്നെ ചെയ്യാൻ സന്നദ്ധനായിട്ട് വന്നു. ആ ഒരു അമ്മയുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ മാത്രമല്ല, അതനുസരിച്ച് ചെയ്യാനും തയ്യാറായി. അപ്പോൾ ഇതിൽ കൂടുതൽ ഒരു ടെസ്റ്റ് ഇത്രമാത്രം തൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ വരുന്നവരെ തിരഞ്ഞെടുക്കാൻ ഉതകുന്ന ഈ ഒരു ടെസ്റ്റ് അദ്ദേഹം മനസ്സിൽ കണ്ടു. അപ്പോൾ ഈ എംപ്ലോയർ എന്ന് പറയുന്ന ആൾക്ക് ഉദ്ദേശിച്ച രീതിയിൽ ഒരാളെ കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം എടുത്ത ആ നടപടികൾ അല്ലെങ്കിൽ ആ സിസ്റ്റം വളരെയധികം അദ്ദേഹത്തിന് ശരിക്ക് ഈ വരുന്ന ആളെ മനസ്സിലാക്കാനുള്ള ഒരു ടെസ്റ്റായിരുന്നു. അപ്പോൾ അദ്ദേഹവും വളരെയധികം ഈ കാര്യത്തിൽ ശ്രദ്ധ നേടിയ ഒരു വ്യക്തിയാണ്. പിന്നെ അതുപോലെ തന്നെ അമ്മയുടെ ത്യാഗം, എന്ത് ജോലി ചെയ്താലും ശരി എൻ്റെ മകനെ അതുപോലെ പഠിപ്പിക്കണം, അതുപോലെ മിടുക്കനാക്കണം, അതിനെന്ത് ത്യാഗം ഞാൻ സഹിക്കാനും തയ്യാറാണ് എന്ന് കണ്ട ഒരമ്മ. പിന്നെ അമ്മയുടെ ബുദ്ധിമുട്ട്, പഠിച്ചു കഴിഞ്ഞ് അമ്മയുടെ ബുദ്ധിമുട്ടുകൾ തിരിച്ചറിഞ്ഞ് അത് അനുഭവിച്ച് അറിയാനുള്ള ഒരാഗ്രഹവും അതിൽ വന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിനുള്ള നേട്ടം. അപ്പം അങ്ങനെയുള്ള ഒരാളെ എൻ്റെ സ്ഥാപനത്തിൽ ജോലിക്ക് വെച്ചാൽ അത് ഒരു അസറ്റായിരിക്കും എന്ന് കണ്ട ആ എംപ്ലോയറെ ഒത്തിരി അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ അമ്മയുടെ സ്നേഹവും മക്കളെ വളർത്താൻ വേണ്ടി എടുക്കുന്ന ത്യാഗവും, അതുപോലെ തന്നെ അമ്മയുടെ മനസ്സറിഞ്ഞ് അമ്മയുടെ അവസ്ഥ അറിഞ്ഞ് ബിഹേവ് ചെയ്യാൻ, ജോലി ചെയ്യാനും തയ്യാറായ മകൻ, ഈ 3 കഥാപാത്രങ്ങളും നമുക്ക് ഒത്തിരി ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട കഥാപാത്രങ്ങളാണ്. അങ്ങനെയുള്ള 3 കഥാപാത്രങ്ങളിലൂടെ കുറെ കാര്യങ്ങൾ കേൾവിക്കാരായ നമ്മളിൽ എത്തിച്ച ഡോക്ടർ KC ലാപ്സൺ മാസ്റ്റർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ. ശ്രീകുമാരിയമ്മ. താങ്ക് യു സാർ. ഗുഡ് ഈവനിങ്. ഇവിടെ ഗുഡ് മോർണിംഗ് ആണ്. വളരെ നല്ലൊരു കഥ. അമ്മയുടെ കഷ്ടപ്പാടുകൾ എങ്ങനെയാണെന്നൊരു മകനെ മനസ്സിലാക്കി ഔദ്യോഗിക തലത്തിൽ കൊണ്ടുവരാനുള്ള ആ ഓഫീസറുടെ ശ്രമം വിജയപ്രദമായി നിർവഹിച്ചിരിക്കുകയാണ് ഈ കഥ. അമ്മ എങ്ങനെയാണ് കഷ്ടപ്പെട്ട് വളർത്തിയത് എന്ന് മകനെ ബോധവൽക്കരിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക പ്രവേശം വളരെയധികം പ്രയോജനപ്രദമായ, മറ്റുള്ളവർക്ക് അനുകരിക്കേണ്ടതായ ഒരു കഥ തന്നെയാണ്. വളരെ നല്ല ഒരു അവതരണവും എല്ലാം കൊണ്ടും നമുക്ക് യോജിച്ച ഒരു കഥയെന്ന് വെച്ചാൽ, ഇന്നത്തെ ലോകത്ത് ഇങ്ങനെ ഇതൊക്കെ ആരും ചിന്തിക്കൂല. നമ്മളെ എങ്ങനെയൊക്കെയാണ് വളർത്തുന്നത്, അമ്മ എങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നു എന്നറിയാം. അത് ഏത് രീതിയിലുള്ള കഷ്ടപ്പാട് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവാർക്കും ഇല്ല. ആ കൈകൾ മുത്തം ചെയ്തുകൊണ്ട് വരിക എന്നുള്ളതാണ് ഓഫീസർ പറയുന്നത്. അമ്മ മടിക്കുന്നു, ഒരിക്കലും തൻ്റെ കൈ മകൻ കാണരുത്, മകൻ അമ്മയുടെ കഷ്ടപ്പാട് മനസ്സിലാക്കാതിരിക്കുക എന്നുള്ളതാണ് അമ്മയുടെ ലക്ഷ്യം. അതാണ് അമ്മ ചിന്തിക്കുന്നത്. ഞാൻ എന്തൊക്കെ കഷ്ടപ്പെട്ടാണ് എൻ്റെ മകനെ വളർത്തുന്നത് എന്നും എൻ്റെ മകൻ മനസ്സിലാക്കണ്ട എന്നാണ് അമ്മ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കൈ കാണിക്കാൻ വിമുഖത പ്രകടിപ്പിച്ചത്. ആ കൈയിലെ കുഴികൾ കണ്ട് മകൻ്റെ
മനസ്സ് വേദനിക്കുകയും ജോലി ചെയ്യാൻ മകൻ തൽപരനാകുന്നതും അത് തൻ്റെ ജോലിക്ക് ഏറ്റവും മികച്ച യോഗ്യനായ ഒരു ഉദ്യോഗാർത്ഥിയെയാണ് തനിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് ഓഫീസർക്ക് തോന്നുകയും ചെയ്യുന്നു. നല്ലൊരു കഥ, വളരെ ഗുണപാഠം, മോറൽ ഉള്ള ഒരു കഥയാണ്, അനുകരണീയം. ഇന്നത്തെ തലമുറയ്ക്ക് കണ്ടു പഠിക്കേണ്ടതാണ്. അമ്മയുടെ കഷ്ടപ്പാട് കണ്ട് അവൻ്റെ മനമുരുകുന്നതും അതിലൂടെ അവൻ്റെ മനസ്സിന് ചാഞ്ചല്യമുണ്ടാകുന്നതും എല്ലാം വളരെ നല്ല രീതിയിൽ കഥാകൃത്ത് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവതരണ ശൈലിയിലും നമുക്ക് നല്ല രീതിയിൽ ലളിതമായ രീതിയിൽ മനസ്സിലാക്കത്തക്ക രീതിയിൽ ചെറുകഥയാണെങ്കിലും ചെറിയൊരു കഥയാണെങ്കിലും നല്ല രീതിയിൽ അവതരിക്കുകയും കേട്ടിരിക്കാനൊരു ഇൻപവും എല്ലാം ഉണ്ട്. നല്ല കഥ. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു മാം. തീർച്ചയായും. മോഹൻദാസ് സാർ. സാർ അൺമ്യൂട്ട് ചെയ്യണേ. മ്യൂട്ടായി പോയല്ലോ, കേൾക്കുന്നില്ല. അൺമ്യൂട്ട് ചെയ്യണം. ലോക്സൺ സാറ് മൊത്തത്തിൽ ഇങ്ങനെ കാണാൻ പഠിച്ചിട്ട് അതിങ്ങനെ മനസ്സിൽ നിന്ന് അങ്ങനെ അവതരിപ്പിക്കായിരുന്നു. മനസ്സിലുണ്ടായൊരു കഥയാണോ എന്നുള്ളതാണ്. ഇവിടെ എനിക്ക് ഇടയ്ക്ക് കേൾക്കണ്ടായിരുന്നു, അതിന്റെ ആണോ എനിക്ക് അറിയത്തില്ല. അല്ല, ഒന്നില് ഈ സിഇഒക്ക് അമ്മയെ ഇതിനെ കുറിച്ച് ഒന്നില് തിരക്കിയിരിക്കണം, അല്ലെങ്കിൽ അമ്മ സിഇഒക്ക് ബന്ധം ഉണ്ടായിരിക്കണം. അവർ ജോലിക്ക് പോകുന്നില്ല നിങ്ങളുടെ തന്നെ സ്ഥാപനത്തിലാണോ എന്ന് എനിക്കറിയാം. ഒന്നും സംശയം തോന്നുന്നുണ്ട്. അത്രയും അറിയാവുന്നതുകൊണ്ടായിരിക്കും ആ പയ്യനോട് ഇത് പറയുന്നത്. പിന്നെ വേറെ കാര്യമുണ്ട്, വീട്ടിലെ അമ്മയും മോനും മാത്രമേ ഉള്ളൂ. ഇവൻ വേറെ എവിടെയെങ്കിലാണ് ഒന്ന് പഠിച്ചതെങ്കിൽ, പക്ഷെ ഒരേ വീട്ടിലാണ് താമസിച്ചെങ്കിലും അമ്മയുടെ കൈകൾ എന്താ പറഞ്ഞ പോലെ ആ അവസ്ഥ എങ്ങനെയെങ്കിലും കാണാനുള്ള ഒരു അവസരം ഉണ്ടായി കാണുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവിടെ മാത്രമേ എഴുതിക്കുന്നുള്ളൂ. പക്ഷെ കഥ നന്നായിട്ടുണ്ട്. കഥയിൽ വേറെ ഇതായിട്ടൊന്നും കാണുന്നില്ല. പക്ഷെ ആ ഇന്റർവ്യൂ ഒക്കെ ഒരു പ്രത്യേകത ആയി. പിന്നെ അവിടേക്ക് പറഞ്ഞതിന്റെ കുട്ടികളുടെ വളർന്നത് അത് തന്നെയായിരിക്കും അവന്റെ ഇന്റർവ്യൂവിൽ പറയുമ്പോഴൊക്കെ അവൻ വീട്ടിലെ സ്ഥിതിയും അമ്മയുടെ അവസ്ഥയൊക്കെ അറിഞ്ഞൊക്കെ ചെയ്തു വന്നത്. പിന്നെ സിഇഒ സിഇഒക്ക് അമ്മയെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലെങ്കിൽ അങ്ങനത്തെ പിന്നെ ഒരു കണ്ടീഷൻ പറയേണ്ട സാഹചര്യം അവിടെ വരുന്നില്ല. അതായത് നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്, നല്ലൊരു മോറലുണ്ട്. പക്ഷെ അത് എത്രയോ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ട് വരുന്നത് മാത്രമേ ഉള്ളൂ. അത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പിന്നെ തോന്നുന്നില്ല. നല്ല പ്രസന്റേഷൻ ആയിരുന്നു, നല്ല ഇതാണ്. പക്ഷെ ഇത് എത്ര കുട്ടികൾക്ക് ഇത് അനുകരിക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് അവിടെ ചോദ്യങ്ങളായിട്ട് വരുന്നത്. ഓക്കെ സാർ. ഓക്കെ സാർ. ഇനി ആരുള്ള? ഷാജു സാർ, ഉഷ മാം. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. അമ്മ എന്ന മനോഹരമായ ഒരു പദത്തിൽ വീണ്ടും നമ്മളിവിടെ ഒരു സംസാര വിഷയമാവുകയാണ്. ഇപ്പോഴും നമുക്കറിയാം, അൺകണ്ടീഷണൽ ലവ്, ഉപാധികളില്ലാതെ സ്നേഹിക്കപ്പെടുന്ന ഒരു രൂപമാണ്, അല്ലെങ്കിൽ ഒരു നാമമാണ് അമ്മ. അമ്മയ്ക്ക് പകരം വയ്ക്കാൻ, അമ്മയുടെ സ്നേഹത്തിന് പകരം വയ്ക്കാൻ, അമ്മയുടെ ത്യാഗത്തിന്, സമർപ്പണത്തിന് ഒക്കെ പകരം വയ്ക്കാൻ ഒരു പക്ഷേ ഇനി ഒരിക്കലും ഒന്നിനും കഴിയില്ല എന്ന് തന്നെയാണ് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യമാണത്. അമ്മ എന്നത് നിലനിൽക്കുന്ന ഒരു സത്യമാണ്, സ്നേഹമാണ്. ആ സത്യത്തിനും സ്നേഹത്തിനും പകരമാവാനായിട്ട് അമ്മയ്ക്ക് മാത്രമേ കഴിയൂ. കഥ എന്തോ ആവട്ടെ, കഥ ഒരമ്മയുടെയും മകന്റെയും, ആ മകൻ ജോലിക്ക് പോകാനായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു സിഇഒയുടെയും കഥയാണ്. പക്ഷെ അതിനുള്ളില് ഒരു ആശയം എന്ന് പറയുന്നത്, ഒരമ്മ എത്രത്തോളം ത്യാഗങ്ങൾ സഹിച്ച്, അല്ലെങ്കിൽ അതൊരു സമർപ്പണം,
തിരിച്ചൊന്നും ആഗ്രഹിക്കാതെ, അതുപോലെ തന്നെ നമ്മുടെ കഷ്ടപ്പാടാണെന്ന് മനസ്സിലാക്കാതെ തന്നെ അതിന് സങ്കടപ്പെടാതെ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സമർപ്പണമാണ് മക്കൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും അമ്മ എന്ന ആ ഒരു ഇത് ചെയ്യുന്നത് തീർച്ചയായിട്ടും. അപ്പോൾ പലപ്പോഴും കുട്ടികൾ എപ്പോഴും അമ്മയോടാണ് അടുത്തിരിക്കാറ്. അമ്മയാണ് ഏറ്റവും അധികം സ്നേഹിക്കുന്നത്. വളർന്നു പോകുമ്പോൾ കിളികൾ പറക്കം മുറ്റുമ്പോൾ കുഞ്ഞുങ്ങൾ പറന്നു പോകുന്നത് പോലെ അമ്മയിൽ നിന്ന് അവർ സ്വതന്ത്രരാകുന്നേ ഉള്ളൂ. പക്ഷെ അമ്മ മക്കൾ എന്നുള്ള ആ ഒരു ബന്ധം ഒരിക്കലും അവസാനിക്കാവുന്നതല്ല. അമ്മയുടെയും മക്കളുടെയും ബന്ധത്തിൽ അല്ല, ഒരു അമ്മയുടെ സ്നേഹത്തിന്റെ കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് ബന്ധങ്ങൾ പ്രസവിക്കാതെ തന്നെയും അമ്മയാകാൻ പറ്റും എന്നുള്ള ഒരു സന്ദേശം കൂടി നമ്മുടെ ഈ ഒരു നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്, നമ്മുടെ ഭാഷ, പുഴകൾ, സമുദ്രം, ദേശം ഇതെല്ലാം നമുക്ക് അമ്മയായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാ ഭാഷ വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് എല്ലാ കാവ്യലോകത്തും അമ്മ എന്ന പദത്തിന് പകരം വയ്ക്കാൻ ഇന്നും ഒന്നിനെയും കണ്ട് എത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. എല്ലാവർക്കും ഒരമ്മയുടെയും കണ്ണുനീർ സ്നേഹം കിട്ടാതെ ഈ ഭൂമിയിൽ കവളിൽ കൂടി ഒഴുകി ഭൂമി നനയാതിരിക്കട്ടെ. അതാണ് എപ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളത്. നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് വലിയൊരു സന്ദേശമായിരുന്നു ഈ കഥയിൽ ഉണ്ടായിരുന്നത്. ലവ്സൻ സാറ് ഏറ്റവും സൗമ്യതയോട് കൂടിയിട്ടാണ് ഈ കഥ പ്രസന്റ് ചെയ്യുന്നത്. അതാണ് നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നത്. സാറിന്റെ കഥ മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. മദർ തെരേസയുടെ ഒരു കഥ പറഞ്ഞ ഒരു എപ്പിസോഡിൽ ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പോൾ സാർ ഏറ്റവും മനോഹരമായിട്ട് സൗമ്യതയോടുകൂടി ലാളിത്യത്തോടു കൂടിയിട്ടാണ് ഓരോ വാക്കുകളും നമ്മുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുക. അതാണ് നമുക്ക് ഈ കഥ ഹൃദയത്തിൽ ഏറ്റുവാങ്ങാനുള്ള ഏറ്റവും വലിയൊരു കാര്യമായിട്ട് വരുന്നത്. സാറിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, അഭിനന്ദനങ്ങൾ സാർ. താങ്ക് യു. താങ്ക് യു മാം. സ്നേഹലത മാം. സാറിന്റെ കഥകളെല്ലാം ഇതുപോലെ തന്നെ മനോഹരമാണ് എപ്പോഴും. അതിനകത്ത് ഒരുപാട് വലിയ ആശയങ്ങൾ കൊച്ചു കഥകളിൽ നിന്ന് നമുക്ക് കിട്ടും. സാറിന്റെ പേരും ഒക്കെ ഞാൻ എപ്പോഴും എൻ്റെ മക്കളോട് പറയാറുണ്ട്, ലവ്സൻ സാർ. സാറ് നമ്മളെ ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും ഒരുപോലെ ചെയ്യുന്ന ആളാണ്. ഇതിലാണെങ്കിൽ ആ CEO അത്രയും അമ്മയുടെ സ്നേഹം മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് CEO. അതുകൊണ്ടാണ് അദ്ദേഹം അത്തരം ഒരു ടെസ്റ്റ് വെച്ചത്. മകൻ അമ്മയുടെ കഷ്ടപ്പാടുകൾ അറിയണം എന്നുള്ള ഒരു സന്ദേശമാണ് ഇതിൽ കൂടെ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് മകൻ അറിയുന്നില്ല. എല്ലാ അമ്മമാരും അങ്ങനെയാണ്, അവരവർ ചെയ്യുന്നത് അറിയിക്കത്തില്ല മക്കളെ, അവരുടെ കഷ്ടപ്പാടുകൾ അറിയിക്കുകയില്ല. മക്കള് അത് അറിയുമ്പോഴാണ് അവര് സങ്കടപ്പെട്ടു പോകുന്നത്. ഇപ്പോ അത് അറിഞ്ഞില്ലെങ്കിൽ ആ മകൻ ഇതൊന്നും അറിയാൻ പോകുന്നില്ല, ആ CEO അങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ലെങ്കിൽ. അപ്പൊ ആ തരത്തിലുള്ള ഈ കഥ എഴുതിയതാരാ സാറേ? അതാരെന്ന് ഓർക്കുന്നില്ലേ? വളരെ നല്ല കഥ, വളരെ പുതുമയും തോന്നി. താങ്ക് യു സാർ. ഷീല മാം, ഷാജി സാർ, ഗോപകുമാർ. ഗുഡ് ഈവനിങ് എല്ലാവർക്കും. ലവ്സൻ സർ, താങ്ക് യു. ഇങ്ങനെ ഒരു കഥ കൊണ്ടുവന്നതിന്. സാറിൻ്റെ മുഖവും ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, സാറിൻ്റെ മുഖം എപ്പോഴും പുഞ്ചിരി ഉള്ളതാണ്. ഇത് അറിഞ്ഞുകൊണ്ടാണോ സാറിന് ഈ പേരിട്ടതെന്ന് ഞാൻ പലപ്പോഴും സാറിനോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് തന്നെ ചോദിക്കുകയാണ്. സാറിന് എപ്പോഴും മുഖത്തിന് നല്ലൊരു പ്രസന്നതയുണ്ട്. അപ്പം നമ്മളും അറിയാതെ തന്നെ സാറിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മളും ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു ആളിനെ കണ്ടെത്തുക എന്ന് പറയുന്നത്, സാബു സാർ ഈ ഫ്ലോറിലൂടെ നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം തന്നതിൽ വളരെ സന്തോഷം. ഈ ഫ്ലോറിൽ വരുന്ന എല്ലാവരും ഈ അടുത്ത കാലത്തായിട്ട് ഭയങ്കര ചിരിയൊക്കെയാണ്, സന്തോഷമുള്ള മുഖങ്ങളായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. സാറിൻ്റെ കഥ പറയുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് സാറേ. കാരണം നമ്മൾ കഥ കേൾക്കാൻ ഇരിക്കുകയാണ്, സാറിങ്ങനെ മുറിഞ്ഞ് കഥയുടെ ചെറിയ എന്താ കൊതി നോക്കി ഇരിക്കുന്ന പൂച്ചയ്ക്ക് നമ്മൾ മീനിട്ട് കൊടുക്കുന്നത് പോലെ സാറ് ഇങ്ങനെ ഇച്ചിരിച്ച ഓരോ വേടുകൾ ഇങ്ങനെ ഇട്ട് തരുമ്പോൾ അടുത്തത് കിട്ടാനായിട്ട് നമ്മളിങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുകയായിരിക്കും. അപ്പോൾ ആ രീതിയിലാണ് സാറിൻ്റെ കഥ പറയല്. അത് ഒരു പ്രത്യേക, മറ്റുള്ളവർ പറയുന്നതിൽ നിന്ന് ചെറിയൊരു വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി.
ഈ കഥയിലെ കഥയുടെ പേര് ലവിങ് മദർ എന്നാണ്. ലവിങ് മദർ എന്ന് പറയുന്നത് ഒരമ്മയെ ഉദ്ദേശിച്ചല്ല, ഈ ലോകത്തുള്ള ഈ ഭൂമി തന്നെയാണ് അമ്മ എന്നുള്ള അർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ ലവിങ് തന്നെയാണ്. പിന്നെ സാറിന്റെ കഥയിൽ വളരെ കുറച്ച് കാര്യമേ സാറ് പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ കൂടി അതിലൂടെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതായത് അമ്മയെന്ന് പറയുന്ന നമ്മുടെ അമ്മയെക്കുറിച്ച് നമ്മൾ ഓർക്കാൻ ഈ അവസരത്തിൽ സാറ് ഒരു നിഴൽ ഒരു രശ്മി അതിലേക്കും വീശുന്നുണ്ട്. അറിയാതെ തന്നെയാണെങ്കിൽ അമ്മയൊക്കെ ഓർത്തുപോയി. കാരണം ഞങ്ങൾ 8 മക്കളാണ്. 8 മക്കളെയും സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് മാറ്റുന്നതിനെയൊക്കെ എൻ്റെ അമ്മ എന്തുമാത്രം പ്രയത്നിച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. 4 മണിക്കും ഞാൻ ഉണരുമ്പോഴും അമ്മ ഉണർന്നിരിക്കുകയാണ്, ഞാൻ 11 മണിക്ക് കിടക്കുമ്പോഴും ഉണർന്നിരിക്കുകയാണ്. അപ്പൊ ഇവര് എപ്പോഴാണ് റെസ്റ്റ് എടുത്തിട്ടുള്ളതെന്ന് ഞാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ അമ്മയെന്ന് പറയുന്നത് നമ്മൾ അവരുടെ ഒരു അംശമാണ്. അതുപോലെ നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു അംശമാണ്. അപ്പൊ അവർക്കുണ്ടാകുന്ന ഏത് കാര്യവും നമ്മൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കും. അമ്മമാര്, അച്ഛന്മാർക്ക് അത്രയും പറ്റുമെന്ന് തോന്നുന്നില്ല. അമ്മമാര് പെട്ടെന്ന് തന്നെ ചെറിയ ചെറിയ അവരുടെ മനസ്സിന്റെ ഓരോ സ്പന്ദനവും നമ്മളും കൂടി അറിയുന്നുണ്ടാവും. അങ്ങനെ ഉള്ള ഒരു കഥയാണ് സാർ ഇവിടെ നമുക്ക് വേണ്ടി തന്നത്. ഏത് മക്കളുടെയും ഉയർച്ചയ്ക്ക് പിന്നിൽ ഒരു അമ്മയുണ്ടാകും, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഉണ്ടാകും. അതുപോലെ ജീവിതത്തിലെ വിജയം എന്ന് പറയുന്നത് അവയാളുടെ ഭാര്യയായിരിക്കും. നമുക്ക് മിക്കവാറും ഉള്ള കാര്യങ്ങളിൽ വലിയ വലിയ ആൾക്കാരുടെ കഥ എടുത്ത് നോക്കുകയാണെങ്കിൽ, ജീവചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ പ്രോഗ്രാമുകൾ കാണുമ്പോൾ, കുട്ടികളുടെ പ്രോഗ്രാം ടി വിയിലൊക്കെ വരുമ്പോൾ കുട്ടികളെല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഇരുന്ന് പറയാറുള്ളത്, ഇവരുടെ അമ്മമാർ എത്ര ഭാഗ്യമുള്ളവരാണ്, അവരത്ര കണ്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് മക്കൾക്ക് ഈ പൊസിഷൻ എത്താൻ പറ്റിയിട്ടുള്ളത്. ഞാൻ എപ്പോഴും പറയാറുണ്ട് അത് വീട്ടിലിരുന്ന്. അത് അങ്ങനെയുള്ള കാര്യവും ഇതിലൂടെ വ്യക്തമാക്കാൻ പറ്റി സാറിന്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷിൽ ഒരു അമ്മ മരിക്കുകയാണ്. ഇവിടെ പിന്നെ 2 കുട്ടികൾ നാട്ടിലുണ്ട്. അപ്പോൾ ആ അമ്മ എന്തിനു വേണ്ടി പോകുന്നു? ഈ കുട്ടികളുടെ ജീവിതം നല്ല നിലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ആ സ്ത്രീ ഇങ്ങനെ പറന്ന് നടക്കുന്നത്. അപ്പം അതെല്ലാം ഒരു അമ്മയുടെ കർത്തവ്യത്തിലും കടമയിലും ഒക്കെ നിൽക്കുന്ന ഒരു കാര്യമാണ്. സാർ ഇത് വളരെ ഇത് അമ്മയുടെ സ്നേഹവും അമ്മയുടെ കൈയുടെ ആ ഒരു ബുദ്ധിമുട്ട് കണ്ടിട്ട് മകനെ അതിലുണ്ടാകുന്ന പിന്നെ മാനസിക വിഷമവും, അതുപോലെ അങ്ങനെ ഒരു ഇന്റർവ്യൂ വെച്ച് CEO മകനെ ടെസ്റ്റ് ചെയ്ത് നല്ലൊരാളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും അനുകരണീയമാണ് എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. വളരെ നന്ദി സാർ. മറ്റുള്ളവര് പറഞ്ഞതുപോലെ തന്നെ സാറിന്റെ കഥ നന്നായിരുന്നു. താങ്ക് യു സാർ. സാറേ, ഗോകുമാർ സാർ പറഞ്ഞു. ഗോകുമാർ സാർ യഥാർത്ഥത്തിൽ അമ്മയാണ്. ആരും പ്രതീക്ഷിക്കാതെ, ഒരു പ്രതീക്ഷയില്ലാതെ ഏറ്റവും കൂടുതൽ അൺകൺവെൻഷണൽ ലവ് ചെയ്യുന്നത് അമ്മ തന്നെ. ആരെയും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ അത് മനസ്സിലാക്കുമ്പോഴത്തേക്ക് എല്ലാവരുടെയും പ്രായം കഴിഞ്ഞു പോകും. ഞാനും അക്കൂട്ടത്തിലുള്ള ഉത്തരാണ്. ഞാൻ മനസ്സിലാക്കിയപ്പോഴേക്ക് അമ്മ പോയി. അപ്പൊ അക്കൂട്ടത്തില് എല്ലാവരും പലരും അങ്ങനെ ആയിരിക്കും. അമ്മയെക്കുറിച്ച് അമ്മയുടെ മനസ്സിലാക്കുന്നതിലേക്ക് സമയം കഴിഞ്ഞു പോകുന്ന ഒരു സ്ഥിതി. എല്ലാവരും നല്ല രീതിയിൽ ചെയ്യുക. നല്ല കഥയായിരുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ സാർ. ജോർജ് സാറുണ്ടോ? ഷാജി സാർ, നമ്മുടെ കഥ തുടങ്ങിയത് ജോഷി സാറാണ് കേട്ടോ. ലാബ്സൻ സാർ 5ാമത്തെ കഥയിലാണ് തുടങ്ങുന്നത്. ജോഷി സാർ പറയൂ. ഓക്കെ, ലാബ്സൻ സാർ എല്ലാവിധ മംഗളങ്ങളും നന്ദിയും സന്തോഷവും ഒക്കെ അറിയിക്കട്ടെ. എല്ലാ തവണയും സാറ് വളരെ ചെറിയ കഥയെ പറയാറുള്ളൂ, പക്ഷെ അത് വളരെ സാരോപദേശം അടങ്ങിയിട്ടുള്ള ഒന്നാന്തരം ഒരു കഥയായിരിക്കും. അതിങ്ങനെ ഓളങ്ങൾ പോലെ പറഞ്ഞു തീരാൻ കുറച്ചു നേരം മതിയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ തീരത്ത് അല അടിച്ചുകൊണ്ടേയിരിക്കും. ആ അർത്ഥത്തിൽ സാറിന് ഈ കഥയിലും പ്രത്യേകം ഈ ഗ്രൂപ്പ് അഭിനന്ദിക്കുകയാണ്. ഇന്ന് പതിവിലേറെ ആളുകൾ അഭിപ്രായം പറഞ്ഞു. കഥാകൃത്തുക്കൾ തന്നെ പലരും ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. അവരെല്ലാം അഭിപ്രായം പറഞ്ഞു. എല്ലാം നല്ല
കൃത്യമായി എല്ലാം പറഞ്ഞു, ഇനിയും ഒന്നും പറയേണ്ടതില്ല. ഈ അടുത്ത കാലത്ത് വാട്സപ്പ് പ്രചാരമായി കഴിഞ്ഞപ്പോൾ വാട്സപ്പിലൂടെ ഒട്ടനവധി ഈ ഇത്തരം ഇന്റർവ്യൂവിന് വരുന്ന ആളുകൾക്ക് മുമ്പത്തെ കാലത്തെ പോലെ കുറെ ചോദ്യങ്ങൾ ചോദിക്കലല്ല, മറിച്ച് ഇവരെ അളക്കാൻ, അവരുടെ മനോഭാവം അളക്കാനായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഈ അടുത്ത കാലത്ത് പലത് നിങ്ങൾ ഓരോരുത്തരും കണ്ടിട്ടുണ്ട്, ഞാനും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പുതിയ ട്രെൻഡാണ് ഈ പുതിയ വളരുന്ന തലമുറയ്ക്ക് തീർച്ചയായിട്ടും ജീവിതം അങ്ങനെയൊക്കെ നോക്കിക്കാണാനായിട്ട് ഈ ഉന്തിത്തള്ളി ഒരു മര്യാദയില്ലാതെ പെരുമാറുന്ന ആളാണോ എന്ന് ചെക്ക് ചെയ്യുന്നത് വേറെ ഒരു പ്രത്യേക രീതിയിൽ കാണിക്കുന്ന ഒരു ഇന്റർവ്യൂവിന് വരുന്ന ഇതിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ സാധാരണക്കാരോട് കർഷകന്റെ രൂപത്തിലെ, കൃഷിക്കാരന്റെ രൂപത്തിൽ പണിതുകൊണ്ടിരിക്കുന്ന ആളിനെ കാണുന്നു. പിന്നീട് ഇന്റർവ്യൂവിന്റെ ക്യാബിനിൽ ചെല്ലുമ്പോൾ അദ്ദേഹമാണ് ഈ ഇതിന്റെ MD ആയിട്ട് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തോട് വളരെ പരുഷമായി പെരുമാറിയ ഇവർക്ക് ഒരു വലിയ തിരിച്ചടി പോലെയാകുന്നു. ഇങ്ങനെ പലത് നമ്മൾ കണ്ടിട്ടുണ്ട്. മുകളിലത്തെ നിലയിലിരിക്കുന്ന MDയുടെ മുറിയിലേക്ക് പോകുമ്പോൾ പലതരത്തിലുള്ള സംഭവങ്ങൾ ഈ വഴിയിൽ കാണുന്നുണ്ട്. ടാപ്പ് തുറന്ന് കിടക്കുന്നതും സ്വിച്ച് ഓൺ ചെയ്ത് കിടക്കുന്നതും ഇതൊക്കെ കൃത്യമായി പെരുമാറിയിട്ട് ചെയ്തിട്ട് വേണ്ടത് ചെയ്തിട്ട് തക്ക സമയത്ത് വേണ്ടത് ചെയ്തിട്ട് വരുന്ന ആളിനെ, ഇങ്ങനെ ഒരാളിനെയാണ് എനിക്ക് വേണ്ടത്, ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്നതുപോലെ ഇവിടെ അമ്മയുടെ സ്നേഹത്തെ കുറിച്ച് കവികൾ പാടിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. എന്നാലും നമ്മളൊക്കെ പലപ്പോഴും മറന്നു പോകുന്ന ചില കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും അതുകൂടെയൊക്കെ നമുക്കും കൂടെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇത് ഓരോന്നും. ഇന്റർവ്യൂവിന് പോകുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഗോപകുമാർ സാർ പറഞ്ഞതുപോലെ നമുക്ക് ചിലതൊന്നും അറിഞ്ഞു വന്നപ്പോൾ നേരം കിട്ടിയില്ല. എന്തായാലും അടുത്ത തലമുറയ്ക്കെങ്കിലും കുറെ കൂടി സൗകര്യങ്ങളൊക്കെ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. അവരൊക്കെ കുറെ കൂടെയൊക്കെ മനുഷ്യത്വപരമായി പെരുമാറട്ടെ. പ്രത്യേകിച്ച് ഈ കാലയളവിൽ ഒരുപാട് മനുഷ്യത്വം പ്രകടിപ്പിക്കേണ്ട കാലഘട്ടമാണ് പണ്ടത്തേതിനേക്കാൾ. പണ്ട് കുറെയൊക്കെ ഇങ്ങനെയൊന്നും കണ്ടില്ലെങ്കിലും ആളുകൾ സഹകരിക്കാനും സ്നേഹിക്കാനും ഒക്കെ ഉള്ള മനസ്സുള്ളവരായിരുന്നു. അങ്ങനെ ചെയ്താലേ പറ്റുള്ളായിരുന്നു പരസ്പരം. ഇന്നിപ്പോ പരസ്പരം അങ്ങനെയൊന്നും ചെയ്തില്ലേലും എല്ലാം ഈവന്റ് മാനേജ്മെന്റ് ചെയ്തോളും, ഇല്ലെങ്കിൽ ഓൺലൈനിൽ കാര്യങ്ങൾ കിട്ടിക്കോളും, ഇല്ലെങ്കിൽ കയ്യിൽ പൈസ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ, ചെറിയ പൈസ അല്ലല്ലോ മിക്കവാറും ജോലിക്കൊക്കെ നല്ല പൈസയാണ് കിട്ടുന്നത്. അപ്പോൾ ആരെയും പരിഗണിക്കേണ്ടതില്ല, മാനിക്കേണ്ടതില്ല എന്നൊക്കെ വിചാരിക്കുന്നത്. പക്ഷെ ലോകത്തിൽ എക്കാലത്തും ജീവിത പ്രശ്നങ്ങൾ നിൽപ്പുണ്ട്. മറ്റുള്ളവരുടെ സഹായം ആവശ്യമുണ്ട്, ഇയാളിനും ആവശ്യമുണ്ട്. എപ്പം വേണേലും അടിപതറാവുന്ന ഒരു സ്ഥിതിയിലാണ്. രോഗങ്ങളും അല്ലാത്ത സ്ഥിതികളും ഒക്കെ ഉണ്ട്. അപ്പം മനുഷ്യനിലെ മനുഷ്യത്വം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇത്തരം കഥകളുടെ നിലനിൽപ്പ് അവിടെയാണ് നിൽക്കുന്നത്. ഇപ്പൊ പള്ളിക്കൂടങ്ങളിൽ ഹിസ്റ്ററി ആൻഡ് സിവിക്സ്, ആ സിവിക്സിന്റെ ആ പാഠമൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അവിടെയും ഒക്കെ കമ്പ്യൂട്ടറും അതുപോലെയുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതാര് പഠിപ്പിക്കും? വീട്ടിലും പഠിപ്പിക്കുന്നില്ല. വീട്ടിലും പഠിപ്പിക്കാൻ നേരമില്ലല്ലോ. നീ നിന്റെ കാര്യം നോക്കിയാൽ മതിയെന്നാണ് ബഹുഭൂരിപക്ഷം സമയത്തും പറഞ്ഞ് പലരെയും പഠിപ്പിക്കുന്നത്. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം മോശമാകുന്നു, അല്ലെങ്കിൽ ഭരണം മോശമാകുന്നു, മറ്റു പലതും മോശമാകുന്നു. വിലക്കയറ്റം കൊടിയ തോതിൽ. എന്തുകൊണ്ട്? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. കുറെ പേർക്ക് ജീവിക്കാൻ മേലാത്ത സ്ഥിതി വരും. വെളിച്ചെണ്ണയ്ക്ക് 600 രൂപയോ ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. അപ്പൊ ഇവിടെയൊക്കെ ആളുകൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇങ്ങനെ മനുഷ്യൻ കുറെ പേർക്ക് ജീവിക്കാൻ ദുസ്സഹമാകുന്നു. ആശുപത്രി ചെലവ് ക്രമാതീതമായി വർദ്ധിക്കുന്നു, എല്ലാം വർദ്ധിക്കുന്നു. അപ്പോ ഈ പരസ്പര സഹായം ഒരുപാട് ആവശ്യമുണ്ട്. ഏതായാലും നന്നായിരുന്നു. അതുകൊണ്ട് അമ്മയുടെ ആ വലിയ സ്നേഹത്തെക്കുറിച്ചും എല്ലാം ഒരിക്കൽ കൂടി നമുക്കൊന്ന് ഓർമ്മിപ്പിക്കാൻ സാധിച്ചത്. ലാബ്സൺ സാറിന് വീണ്ടും വീണ്ടും നന്ദി പറയട്ടെ. സന്തോഷം. താങ്ക് യു. ഓക്കെ സാർ. ഷാജി സാർ, ജോർജ് സാർ.
താങ്ക് യു സർ. സാബു സാറേ, വളരെ സന്തോഷം. ലാസൻ സാർ, ദൈവം അറിഞ്ഞു തന്ന സിദ്ധിയാണ് സാറിന്റെ കഥാവതരണത്തിനുള്ള ആ കഴിവ്. ഒരിക്കൽ കൂടെ സാർ അത് ഈ അരങ്ങിലുള്ള എല്ലാവരെയും ബോധ്യപ്പെടുത്തി. ഞങ്ങൾക്കത് അനുഭവമായി. വളരെ സന്തോഷം. ഒത്തിരി അഭിനന്ദനം. കാലഹരണപ്പെട്ടു പോകുന്ന മൂല്യബോധത്തെ ഒന്ന് തട്ടി ഉണർത്താൻ, ഓർമ്മിപ്പിക്കാൻ സഹായകരമായ കഥാ സാരാംശം അതിനകത്ത് അടങ്ങിയിരിക്കുന്നു. അമ്മ, മകൻ, ആ ബന്ധം, ജീവിതാനുഭവങ്ങൾ, മകൻ വളർന്നു വന്നപ്പോൾ ഒരു ജോലി സാധ്യത, ആ സിഇഒയുടെ ദീർഘമായ കാഴ്ചപ്പാട്. കാര്യം ഇപ്പൊ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ മോഡേൺ മാനേജ്മെന്റ് ഇത്തരം കാഴ്ചപ്പാടുണ്ടെങ്കിലും അതിൽ നിന്ന് ഒക്കെ വ്യത്യസ്തമായി ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ. ഏത് വിധത്തിൽ നോക്കിയാലും വളരെ അർത്ഥവത്തായ, അന്വർത്ഥമായ കഥയായിരുന്നു. ഒത്തിരി നന്ദി, ഒത്തിരി സന്തോഷം, ഒത്തിരി അഭിനന്ദനം സർ. താങ്ക് യു. ഓക്കെ, ഷാജി സാർ. ഷാജി സാർ അവൈലബിൾ ആണോ? സാർ സ്ട്രക്കായി പോയോ? ഓക്കെ, ലാപ്സൻ സാർ പറഞ്ഞോളൂ കേട്ടോ. ഫൈനൽ. ഓക്കെ, കേട്ട അഭിപ്രായങ്ങൾക്ക് പ്രത്യേകം നന്ദി. കൂടുതൽ കാര്യം പറഞ്ഞോട്ടെ. ഈ സിഇഒ എന്തുകൊണ്ടെന്ന് ചോദിച്ചു എന്നുള്ളത് തന്നെ കൃത്യമായി കഥ പറഞ്ഞ ആളൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു സിഇഒയ്ക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അങ്ങനെ ചില ബന്ധങ്ങൾ ഉണ്ടായി കാണണം. അതുകൊണ്ട് തനിക്കുണ്ടായ ആ അനുഭവത്തോട് ചേർത്ത് ഒരുപക്ഷെ ഈ യുവാവും ജോലിക്ക് വരുന്നതിനൊക്കെ മുമ്പേ ഒന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ള ചിന്ത, എമ്പത്തറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് കമ്പനിക്ക് ആവശ്യമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കാം. അതോ ഈ സിഇഒയ്ക്ക് ഈ വുമനെ എന്തെങ്കിലും തരത്തിൽ അറിയും, ചിലപ്പോൾ അറിയാം, അവർ ചെയ്യുന്ന വർക്കിനെ കുറിച്ചിട്ട് ചിലപ്പോൾ അദ്ദേഹത്തിനകത്ത് അറിഞ്ഞിട്ടുണ്ടാകാം. രണ്ട് കാരണങ്ങൾ സാധ്യതയുണ്ട്. അതകത്ത് കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, അതേ പറഞ്ഞിട്ടുള്ളൂ. അത് ഒരു വശം. രണ്ടാമത്തെ വശം എന്ന് പറയുന്നത്, ഏത് ജോലിക്കും എമ്പത്തറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ഇല്ലെങ്കിൽ ആ ജോലി ഭംഗിയായി കൊണ്ടുപോകാൻ സാധിക്കുകയില്ലെന്ന് അദ്ദേഹത്തിന് അനുഭവജ്ഞാനമായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തെ ഇങ്ങനെ ചോദിപ്പിക്കാൻ കാരണമാക്കിയത് എന്ന് രണ്ട് സാധ്യതയാണ് ഞാൻ കാണുന്നത്. പിന്നെ ഈ യുവാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ, പഠിക്കാനായിട്ടുള്ള വ്യഗ്രതയിൽ അമ്മ എങ്ങനെ അത് കഷ്ടപ്പെട്ടാണ് പൈസ ഉണ്ടാക്കുന്നതെന്ന് ചിന്തിക്കാൻ പോലും മെനക്കെട്ടിട്ടില്ല. കാരണം അമ്മയുടെ ഒറ്റ ആഗ്രഹം മകൻ നന്നായി പഠിക്കണം എന്നുള്ളതാണ്. നമ്മൾ 2ാം ക്ലാസ് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടല്ലോ, അമ്മ എനിക്ക് കാലത്ത് പാല് തരും, അച്ഛനെ പോലെ ഞാൻ വളരണമെന്നാണ് അമ്മയുടെ ആഗ്രഹം എന്ന് പറയുന്ന രീതിയിൽ ഈ കുഞ്ഞ് അച്ഛൻ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞാണ്, അതുകൊണ്ട് ഇവന് നല്ലൊരു ഭാവി വേണം, അതിനുവേണ്ടി നീ പഠിക്കുക മാത്രം, വേറെ ഒന്നും ചെയ്യണ്ട, പഠിക്കുക മാത്രം ഇതാവും എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന അവസരത്തിൽ ഒരുപക്ഷെ ആ കുഞ്ഞിനെ അമ്മ ചെയ്യുന്ന കഷ്ടപ്പാടിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും സമയം കിട്ടി കാണില്ല. അമ്മയുടെ ആഗ്രഹം നിവർത്തിക്കുക, ഏറ്റവും ഭംഗിയായി പഠിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ആ കുഞ്ഞ് പോയതായിരിക്കാം. എന്തായാലും ആ കുഞ്ഞിന് പ്രത്യേകത എന്ന് പറയുന്നത്, സിഇഒ എന്ന് പറഞ്ഞപ്പോൾ, അമ്മയുടെ കൈ കണ്ടപ്പോൾ, അമ്മ ചെയ്യുന്ന പ്രവർത്തനം ഒരു ദിവസമെങ്കിലും എനിക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം, അമിതമായ ആഗ്രഹം വന്നു എന്നുള്ളത് ആ കുഞ്ഞിന്റെ വലിയ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ഞാൻ കാണുക. പലപ്പോഴും അമ്മ അങ്ങനെ ചെയ്തു, അത് അമ്മയുടെ ഡ്യൂട്ടിയാണ്. ഇന്നത്തെ പിള്ളേർ പറയുന്ന ആ രീതി അങ്ങനെയാണ്. ഇത് ഡ്യൂട്ടി ഓഫ് എ ഫാദർ ആൻഡ് മദർ. ഞങ്ങളെ പഠിപ്പിക്കുക, ഞങ്ങളെ ചെയ്യിക്കുക, ഞങ്ങൾക്ക് സഹായം ചെയ്യുക എന്ന് പറയുന്നത് ഡ്യൂട്ടി അല്ലേ എന്ന് പറയുന്ന രീതിയിൽ ചിലപ്പോൾ കാര്യങ്ങൾ പോകാറുണ്ട്. ആ അപ്രോച്ചിൽ നിന്ന് വ്യത്യസ്തമായ ഒരു യുവാവിനോട് കാണാൻ സാധിക്കുന്നത്. അമ്മമാര് പൊതുവെ നേരത്തെ പറഞ്ഞതുപോലെ അമ്മ എന്ന് പറയുന്ന ആ സത്യം തന്നെ അതിനോട് വളരെ കടപിടിക്കാവുന്നതാണ്. എന്നാൽ ചില അമ്മമാരെയൊക്കെ പറയും, ഞാൻ 10 മാസം നിന്നെ ചുമന്ന് പ്രസവിച്ചതാണ്, എന്നെ അങ്ങനെ ചെയ്തതാണ്, ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ അമ്മമാർ ഡിമാൻഡ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് പുച്ഛം ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് അവർ ചെയ്ത ത്യാഗത്തെ കുറിച്ച് അശേഷം പറയാതെ ഈ അമ്മയെ പോലെ അതൊക്കെ മൂടി വെച്ചിട്ട്, ഈ നന്നായി വളരാൻ മാത്രം എൻ്റെ ആഗ്രഹമുള്ളൂ, അതിനെ കുറിച്ച് കഷ്ടപ്പെടുന്നു, ഇറ്റ്സ് നത്തിങ് എന്ന രീതിയിലുള്ള ഒരു അപ്രോച്ച് എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ സമൂഹത്തെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും.
എനിക്ക് റെസ്പെക്ട് തരുന്നില്ല, ഞാൻ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടതല്ലേ, നീ എനിക്ക് റെസ്പെക്ട് തരാത്തത് എന്ന ചിന്താഗതിയിൽ നിന്നും ചില അമ്മമാരെങ്കിലും ഒന്ന് മോചനം പ്രാപിക്കേണ്ട കാലമായിട്ട് എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. അച്ഛന്മാരും പിതാക്കന്മാരും ഒഴിവാക്കുന്നില്ല. അല്ല, അങ്ങനെ നമ്മൾ ഡിമാൻഡ് ചെയ്തിട്ടല്ല റെസ്പെക്റ്റും സ്നേഹവും വാങ്ങിക്കേണ്ടത്. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന് പറയുന്ന പോലെ സ്നേഹം കൊടുക്കുക, അപ്പൊ സ്നേഹം വാങ്ങിക്കാനായിട്ട് സാധിക്കും. ആ രീതിയിൽ അമ്മയും മകനും തമ്മിലുള്ള ആ റിലേഷൻസ് ഈ കഥയിലൂടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ത്യാഗപരമായ അൺകണ്ടീഷണൽ ലവ് എല്ലാ അമ്മമാർക്കുള്ളത് തന്നെയാണ്. പക്ഷെ അത് പ്രകടിപ്പിക്കുന്ന രീതി വ്യത്യസ്തതയുണ്ട്. ചിലർ പ്രകടിപ്പിക്കാറില്ല, ചിലരത് പ്രകടിപ്പിക്കും, ചിലരത് ഓവറായിട്ട് പ്രകടിപ്പിക്കും. അതൊക്കെ എവിടേക്ക് നിൽക്കുന്നു എന്നുള്ളത് പരിശോധിക്കാനും കൂടെ ഈ കഥ നമുക്ക് സഹായിക്കുന്നു മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. മറ്റ് പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ നല്ല വലിയേറെ അഭിപ്രായങ്ങളാണ്. എല്ലാ അഭിപ്രായങ്ങൾക്കും തന്ന നല്ല വാക്കുകൾ പ്രത്യേകം നന്ദി. ഒരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്തോട്ടെ സാറേ, ഒരു സെക്കൻഡും കൂടി എടുത്തോട്ടെ. ഞങ്ങളൊക്കെ അമ്മമാരായതുകൊണ്ടാവാം ആ ഒരു ഫീലിംഗ് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങാനായിട്ട് കഴിഞ്ഞു. ഈ പറഞ്ഞതുപോലെ കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ അവിടെ ചേർത്ത് പിടിക്കാറുണ്ട്, അവരുടെ നെറുകയിൽ ഉമ്മ കൊടുക്കാറുണ്ട്. പക്ഷെ വലുതാവും തോറും നമ്മൾ ഫിസിക്കലി ആയിട്ടും അവരിൽ നിന്ന് വല്ലാതെ അകന്നു പോകുന്നുണ്ട്. ആൺകുട്ടികളാണെങ്കിൽ പോലും പെൺകുട്ടികളാണെങ്കിൽ പോലും. വലിയ കുട്ടികളാകുമ്പോഴും ആ ഒരു ശീലം മാറ്റാതെ സ്കൂളിലൊക്കെ പോകുമ്പോഴാണെങ്കിലും ആ കുട്ടികളുടെ നെറുകയിൽ ഒരു ഉമ്മ കൊടുത്തു വിടുക, അവരിൽ നിന്ന് നമ്മളിൽ ഒരു ഉമ്മ വാങ്ങിച്ചു പോകും. അങ്ങനെയൊക്കെ പോകുമ്പോൾ പിന്നെ നമ്മുടെ കൈവെള്ളം കൊണ്ട് ഇങ്ങനെ അവരുടെ നെറുകയിൽ ഒന്ന് വെച്ച് ബ്ലസ് ചെയ്ത് വിടുന്ന ആ കുട്ടികളിൽ കൂടുതലായിട്ട് അവരിൽ ഒരു നല്ല ഇന്റലിജൻസ് വളർന്നു വരുന്നതൊക്കെ നമുക്ക് സയന്റിഫിക്കലി തന്നെ പ്രൂവ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. അത് ഒരു നമ്മൾ തമ്മിലുള്ള ഒരു കുട്ടികളോ അമ്മമാരോ പേരൻസ് തമ്മിലുള്ള ഒരു മാനസികവും വൈകാരികവുമായിട്ടുള്ള ഒരു അടുപ്പം വളർത്തുന്നതിനോടൊപ്പം തന്നെ അവരിലേക്കും നമ്മുടെ ആ ബ്ലെസ്സിങ്സ് പകർന്നു കൊടുക്കാനായിട്ടുള്ള ഒരു അവസരം കൂടിയാണ്. മലയാളത്തിലെ കവികളെല്ലാം ഒരുപാട് OMV കുറുപ്പിന്റെ അമ്മ, അതുപോലെ മാമ്പഴം എഴുതിയ വൈലോപ്പിള്ളി, അതൊക്കെ നമുക്കറിയാം. ഇടശ്ശേരി കവിതകള്, പൂതപ്പാട്ട്, അതൊക്കെ നമുക്ക് അമ്മമാരുടെ ഒരു വലിയ ഒരു എന്തെന്നാണ് പറയുക, അത്രമാത്രം സ്നേഹത്തിന്റെയും സമർപ്പണത്തിന്റെയും ത്യാഗത്തിന്റെയും കഥകൾ പറയുന്ന അല്ലെങ്കിൽ അതിന്റെ സ്നേഹം വിളിച്ചോതുന്ന ഒരു കവിതകളാണ്. അതൊക്കെ ഓർത്തെടുക്കാൻ സാറിന്റെ ഈ കവിതകൾക്ക് അല്ല ഈ കഥയ്ക്ക് സാധിച്ചു. അതും കൂടി ആഡ് ഓൺ ചെയ്യണമെന്ന് എനിക്ക് വിചാരിച്ചു. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു സാർ. വേറെ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? വളരെ മനോഹരമായൊരു കഥ, കഥയെക്കാളും കൂടുതൽ അതിൻ്റെ തത്വങ്ങൾ അല്ലേ. നമ്മൾ പഴയ തലമുറയാണെങ്കിലും പുതിയ തലമുറയാണ്, ഇന്നൊക്കെ മാതാപിതാക്കളെ ഓടിച്ചിട്ട് തല്ലുന്ന കാലഘട്ടമാണ്. എത്രയൊക്കെ വളർത്തി എത്രയൊക്കെ എത്തിയതിന് ശേഷം അതുപോലെ ഇപ്പം നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ ഇന്നലെയും കണ്ടതാണ്, മകനും മരുമകളും കൂടെ ഓടിച്ചിട്ട് തല്ലുക. എന്താണെന്ന് നമുക്ക് ചോദിച്ചാൽ ആൻസർ ഇല്ല. മാതാപിതാക്കളുടെ അടുത്തൊക്കെ പ്രശ്നങ്ങൾ കണ്ടേക്കാം. പക്ഷെ കാലഘട്ടത്തിൻ്റെ ഒരു അപ്പോൾ ഈ അവരവരുടെ ജീവിതത്തിൽ അവരുടെ മക്കൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? പലപ്പോഴും ഈ മാതാപിതാക്കൾ അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ? കൃത്യമായിട്ടത് അതിനുള്ള അവസരങ്ങൾ കൊടുക്കണം. പലപ്പോഴും അമ്മമാരൊക്കെ ഒത്തിരി ഓവർ കെയറിങ്ങാണ്. അവർ അടുക്കളയിലൊന്നും പിള്ളേരെ കയറ്റത്തില്ല, അല്ലേ? അത് ആണാണേലും പെണ്ണാണേലും കേട്ടോ. അതുപോലെ തന്നെ അച്ഛന്മാരാണെങ്കിൽ പിള്ളേരെ പുറത്തു വിടത്തില്ല, എല്ലാവരും തന്നെ ചോദിച്ചോളൂ കൊടുക്കും. അപ്പം ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റമൊക്കെ മാറണം. അപ്പോഴാണ് ശരിക്കും പല ഇപ്പം പേര് പറയാനൊന്നും അറിയില്ല, ലുലുമാളിലൊക്കെ ആണെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ പകുതി ശമ്പളം അല്ലെ 10% എനിക്ക് തോന്നുന്നു, ക്ലിയർ അല്ല, ശമ്പളം അമ്മമാരുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ അമ്മമാർക്ക് അവിടെ വളർത്തി വിട്ട അമ്മമാർക്ക് അങ്ങനെ അവരെ എത്രയും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിസ്റ്റം കൂടി നമ്മുടെ നാട്ടിൽ ചിലതിലൊക്കെ ഉണ്ട്. അത് നല്ലൊരു സിസ്റ്റം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെ പരിഗണിക്കുക. 10%. അത് നല്ല കാര്യം. എന്തായാലും അമ്മമാരുടെ അക്കൗണ്ട് നമ്പറാണ് അദ്ദേഹം ചോദിക്കുക അവിടെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ. അതൊക്കെ ഒരു നല്ല അമ്മമാരോടുള്ള ഒരു അടുപ്പം സൂക്ഷിക്കാനും അവരുടെ ഒരു സുരക്ഷിതത്വവും ഒക്കെ കണക്കിലെടുത്താണെന്ന് എനിക്ക് തോന്നുന്നു സാറേ. അതൊക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ചില കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവരെ പരിഗണിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുക. ഒരിക്കലും അവർ ഉപേക്ഷിക്കപ്പെടില്ല.
ഓക്കെ സാർ, ശരിക്കും കണ്ടിന്യൂ. മാതാപിതാക്കൾ എത്രയോ പൈസ കൊടുത്ത മക്കളെ പഠിപ്പിക്കുന്നത്, പക്ഷെ മക്കൾക്ക് പൈസ ഉണ്ടാകുമ്പോൾ ആരെങ്കിലും ചോദിക്കാറുണ്ടോ? ആരെങ്കിലും ചോദിക്കാറുണ്ടോ? അങ്ങനെ ചോദിക്കൂല. അപ്പം നമ്മൾ നമ്മുടെ സ്വന്തം മക്കള് മകളാണ് വലുതായി മകനാണ്. വരട്ടെ എന്നേ വിചാരിക്കും. അവിടെയാണ് കുഴപ്പം വരുന്നത്. മാതാപിതാക്കളുടെ പ്രശ്നങ്ങളും അതുപോലെ കുറച്ച് ചാരിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള എമൗണ്ടുകൾ നമ്മൾ ചോദിച്ചോണം. ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിലൊരു ശീലം പഠിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഇപ്പോൾ അറിയാമല്ലോ, നല്ല സാലറിയൊക്കെ ഉള്ള ആളുകൾ സത്യത്തിൽ ഈ പണം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പലപ്പോഴും ഇൻകം ടാക്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഭ്രാന്താവും. കാരണം ഇത്ര പൈസയാണ് ഇവർ കൊടുക്കേണ്ടത് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ശരിക്കും എവിടെയാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നോ പ്രയോജനകരമായി ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയാത്തതിൻ്റെ ഒരു വലിയ പ്രോബ്ലം ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇതിലത്തെ എല്ലാത്തിൻ്റെയും ഉത്തരവാദികൾ അച്ഛനമ്മ ഇപ്പം ഈ മകൻ വളരെ അല്ലേ നമ്മൾ നല്ല തന്നെയാണ്. ഹൃദയമുള്ളവർ. നമ്മുടെ സാറേ ഈ IT മേഖലയിലൊക്കെയുള്ള കുട്ടികൾ വളരെ ശ്രദ്ധിച്ചാണ് ഓരോ രൂപയും അവർ ചെലവഴിക്കുന്നത്. ഞങ്ങളൊരു റിലേറ്റീവിന്റെ മകന് ഒരു 3 ലക്ഷം രൂപയോളം സാലറി ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അവർ പറയുന്നത് എവിടെ പോയാലും അവൻ 1 രൂപ പോലും ചെലവാക്കില്ല. വീട്ടുകാർ തന്നെ ചെലവാക്കണം. ഇത്രയും രൂപ കയ്യിലുള്ള കൊച്ച് അനങ്ങത്തില്ലെന്നാണ് പറയുന്നത്. ഇവിടെ ഈ ടോളിന്റെ അവിടെ വരുമ്പോ പോലും പൈസ കൊടുക്കത്തില്ലെന്ന്. അതവര് വിഷമമായിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ നമ്മൾ ആദ്യമേ തന്നെ ശീലിപ്പിക്കേണ്ടിയിരുന്നു. സാലറി കിട്ടുമ്പോൾ തന്നെ ഇത്ര എമൗണ്ട് നമുക്കൂടെ വേണം, അല്ലെങ്കിൽ നമുക്ക് ആവശ്യങ്ങൾ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവര് നമുക്കൂടെ തരുമായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ പോലും ആ എമൗണ്ടുകൾ അവരുടെ പേരിൽ തന്നെ ഭദ്രമായി നമുക്ക് സൂക്ഷിച്ചു വെക്കാം. നമ്മളത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അതെ അങ്ങനെ തന്നെ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് സാറേ. അങ്ങനെ ഒത്തിരി പേരുണ്ട്. കുട്ടികളെ നിന്ന് മേടിച്ചിട്ട് അത് അവർക്ക് തന്നെ ഡെപ്പോസിറ്റ് അവരറിയാതെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. സാറേ എല്ലാം പറയാനുണ്ടോ? ഷീലമാൻ പറഞ്ഞ് ആ കാര്യം കേട്ടിട്ട് പറയാ, മക്കൾ ചെയ്യാൻ അവർക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. അല്ലാതെ ചെയ്യാൻ മനസ്സില്ല എന്നല്ല. അവര് പഠിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ അറിയില്ല. ആ തിരിച്ചറിവ് കിട്ടിയിട്ടില്ല. വേറെ അറിവുകളുണ്ട്. സാറേ അറിവിന്റെ ആണോ അത് കൊടുക്കാഞ്ഞിട്ടല്ലേ, പഠിപ്പിക്കാഞ്ഞിട്ടല്ലേ? പഠിപ്പിക്കാഞ്ഞിട്ടാണ്. ആ തിരിച്ചറിവ് കിട്ടിയില്ല. കിട്ടാതെ പോയി എവിടെ നിന്നായാലും. അതാണ് സത്യം. ഒത്തിരി പേരുണ്ട് ഇത്. അച്ഛനമ്മമാരും ഉണ്ട്, ഒന്നും വാങ്ങിക്കാതെ സേവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. വീക്കെൻഡിൽ അടിച്ചു പൊളിക്കും കേട്ടോ, അത് വേറെ കാര്യം. അത് നമ്മൾ അറിയണമെന്നില്ല. അത് അതിനുവേണ്ടി തന്നെയുള്ളതെന്നാ പറയണേ. വീക്കെൻഡ് മുഴുവൻ അതടിച്ചു പൊളിക്കും. അത് അവരുടെ അവർക്ക് ചെലവഴിക്കാനുള്ള കറക്റ്റ് സ്ലോട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. കറക്റ്റ്. അതാണ് ശീലിക്കാത്തത്. ആ ട്യൂണിങ് സ്ഥലത്ത് കൊടുക്കണമെന്നും ഇന്ന സ്ഥലത്ത് കൊടുക്കരുതെന്നും പറയാനൊക്കെ നമുക്ക് പറ്റണം. അപ്പോഴാണ് വ്യത്യാസം പറ്റുന്നത്. അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആവശ്യമില്ല. അവർ ഇൻഡിപെൻഡന്റ് ആണ്, പിന്നെ എന്ത് ചെയ്യാൻ? ഡിപ്പെൻഡന്റ് ആക്കരുത്, കൂട്ടിലടച്ച് വിടണം എന്നാണ്. ഓക്കെ ലാൽസൻ സാർ, താങ്ക് യു. വണ്ടർഫുൾ. ഒത്തിരിയും ചർച്ച ചെയ്യാൻ പറ്റുന്ന മനോഹരമായ ഒരു കഥ. ഓക്കെ, സി യു. അപ്പോൾ നാളെ നമുക്ക് മൈൻഡ്ഫുൾനെസ്സിന്റെ ഒരു സെഷൻ കേൾക്കാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. താങ്ക് യു. ഗുഡ് നൈറ്റ്.